മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജയിലിൽ കാണിക്കുകയാണ് കേട്ടോ. വിക്രം പറയുവാണ്, എന്നാലും ഇത്രയും പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ ഉള്ളപ്പോഴൊക്കെ എങ്ങനെയാണ് രാഹുലങ്ങളെ ആ കല്യാണം മുടങ്ങുന്നത്? ഇപ്പോൾ കല്യാണം മുടങ്ങണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാഹുൽ പറയാം, അവൻ ഇപ്പോൾ ഉന്നം വെച്ചിരിക്കുന്നത് അവളുടെ ഭർത്താവിനെ ആയിരിക്കും, മിക്കവാറും ആ പയ്യൻ തന്നെ തട്ടും. വിക്രം പറയാം, അവനൊക്കെ എന്തിനാണോ എന്തോ ഇത്രയും ഭീഷണി ഉള്ളവളെയൊക്കെ കെട്ടാൻ വരുന്നത്. രാഹുൽ പറയാം, അവൻ്റെ ആയുസ് അത്രയും നീളമേ കാണത്തുള്ളടാ, അതാണ് അങ്ങനെ തോന്നുന്നത്. ആ സമയത്തേക്ക് വാർഡൻ അങ്ങോട്ട് വരികയാണ്. എന്താണ് രണ്ടും കൂടെ ഒരു ഗൂഢാലോചന? രാഹുൽ പറയും, ഈ പുറത്ത് പോയാൻ എപ്പോൾ വരും സാറേ എന്ന് ചോദിക്കുക. അപ്പോൾ വാർഡൻ പറയും, എനിക്ക് തോന്നി നീയൊക്കെ അവനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നതെന്ന്. അവൻ എപ്പോഴെങ്കിലും വരട്ടെ, അവൻ വരുമ്പോഴേക്ക് നിന്നെ മിക്കവാറും വിയ്യൂരേക്ക് മാറ്റിയിട്ടുണ്ടാവും. കൊള്ളാമായിരുന്നു, കുറച്ച് ദിവസത്തേക്ക് ഇവൻ അവിടെയല്ലായിരുന്നോ? രാഹുൽ പറയും, എന്നെ വീട്ടിലേക്ക് മാറ്റുമ്പോൾ അവനെയും കൂടി അങ്ങോട്ട് മാറ്റണേ. വാർഡൻ പറയും, ചുമ്മാ ഇരിയടാ, ഒരുത്തൻ ജയിലിന് പുറത്ത് പോയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. 1-2 പോലീസുകാരുടെ ജോലിയും പോയി. രാഹുൽ പറയും, സാറിൻ്റെ വീട്ടിലേക്ക് വരാതെ സൂക്ഷിച്ചോളൂ. വാർഡൻ പറയും, ഞാൻ അവന് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും നേർക്ക് അവൻ നിറയൊഴിക്കില്ല. പിന്നെ അവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വെടിവെച്ച് കൊന്നാലും കുഴപ്പമില്ലെന്നാണ് ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയൊക്കെ നിലപാട്. വാർഡൻ പറയും, ഇപ്പോൾ ഇങ്ങനെ ഒരു കൊടും ക്രിമിനലെ ഇങ്ങോട്ട് വരാത്തത് തന്നെയാണ് നല്ലത്. വിക്രം പറയും, ശരി സർ, ഗംഗേട്ടൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്കൂന്ന് പറയും. വാർഡൻ പറയടാ, നീയൊക്കെ ജീവിക്കത്തുമില്ല, മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല. മനോഹറിനെയാണ് പിന്നെ കാണിക്കുന്നത്. റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ബൈക്കൊക്കെ കൊടുക്കുന്നൊരു കട കാണുവാണ് കേട്ടോ. ബൈക്കൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട്. അപ്പോൾ ആ കടയിൽ ചെന്ന്, ചേട്ടാ ഒരു ബൈക്ക് വാടകയ്ക്ക് വേണമായിരുന്നല്ലോ എന്ന് പറയും. എത്ര ദിവസത്തേക്കാന്ന് ആ കടക്കാരൻ ചോദിക്കുമ്പോൾ 2 ദിവസത്തേക്കാന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ പറയാം, എന്തെങ്കിലും ID പ്രൂഫ് വേണമെന്ന് പറയുമ്പോൾ കോപ്പി ഞാൻ അയച്ചു തരാം, നമ്മൾ ഫോണിലോട്ട് കോപ്പി അയച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ആ പുള്ളി അകത്ത് പോയി ഒരു ഹെൽമെറ്റോ എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ ഇവൻ കുറച്ച് പൈസ കൊടുക്കും, ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ബൈക്കിൽ പോകുന്നത് കാണിക്കും. പിന്നെ സരയുവിനെ കാണിക്കുക. സരയുവിൻ്റെ കുഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പുറത്ത് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരി വന്നിട്ട് കുഞ്ഞിനെ എടുക്കുക. ആഹാ, അമ്മൂമ്മയുടെ കൺമണി മോൾ കളിക്കുവാണോ, നമുക്ക് പുറത്ത് പോകാട്ടോ എന്നൊക്കെ പറഞ്ഞ് എടുക്കും. അപ്പം മോളെ അന്ന് സ്വർണം വാങ്ങിയപ്പോൾ ഒന്നിച്ച് വാങ്ങാമായിരുന്നല്ലേ, അപ്പോൾ പിന്നെ ജോലി അങ്ങ് തീർന്നേനായിരുന്നു എന്ന് സരയുവിനോട് പറയാം. അപ്പോൾ സരയു പറയും, ഇന്നെന്താ പോകുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരുത്തൻ കറങ്ങി നടപ്പുണ്ട് ആ ഗംഗപ്രസാദ്, അവൻ ഇനി ആരുടെയൊക്കെ ആപത്ത് ഉണ്ടാക്കുമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയിരിക്കുവാണ്. അമ്പലം മുഴുവൻ കയറിറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കല്യാണം നടക്കണമെന്ന പ്രാർത്ഥനയും ഉണ്ടെന്നൊക്കെ സരയു പറയാം. സരയുവിൻ്റെ സ്വന്തം അമ്മയെ പറ്റിയാണ് കേട്ടോ സരയു പറഞ്ഞത്. ഇനി എനിക്ക് മനോഹറിൻ്റെ ശല്യം ഉണ്ടാകരുതെന്നും അമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ടെന്ന് പറയാം. അപ്പോൾ ശാരിക്ക് അതൊക്കെ ഒരു ഇഷ്ടക്കുറവ് പോലെ ഉണ്ട്. അതൊക്കെ ഞാനും പ്രാർത്ഥിക്കുന്നല്ലേ മോളെ എന്ന് പറയുമ്പോൾ സരയു പറയാം, അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, പ്രാർത്ഥിച്ചും ജയിലായില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശാരിയോടെ ഇടം തിരിഞ്ഞ പോലെയാണ് ഇപ്പോൾ നമ്മുടെ സരയുവിൻ്റെ പെരുമാറ്റേ. അപ്പോൾ ശാരി പറയാം, അത് അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. സരയു പറയാം, എങ്കിലും എന്നോട് ഇപ്പോഴും സ്നേഹമൊക്കെ ഇട്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരുത്തനെ കൊല്ലാനൊക്കെ നോക്കിയത്. എന്താ വാ പോവാന്ന് പറയും. അപ്പോൾ ശാരി കുഞ്ഞിനെടുത്തിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ. പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്തേക്ക് മനോഹർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗേറ്റ് ചെറുതായിട്ടൊന്ന് തുറക്കുന്ന സമയത്തേക്ക് ഇവരിറങ്ങി വരുന്ന കാണുവാണ് കേട്ടോ. അപ്പം സരയുവിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ എവിടെയോ പോകാൻ വേണ്ടിയിട്ടാണല്ലോ, എൻ്റെ മോളൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മനോഹർ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സരയു പറയാം, അമ്മയ്ക്ക് ഡ്രൈവിംഗ് പഠിച്ചുകൂടെ, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്താൽ പുറത്ത് പോകാമല്ലോ, കാറിൽ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് പൈസ ലാഭിക്കാമല്ലോ, എപ്പോഴെപ്പോഴും ടാക്സി വിളിച്ച് പോകേണ്ട കാര്യമുണ്ടോ, നോക്കാം മോളെ എന്നൊക്കെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് അവർ കാറിൽ കയറി പോകുന്ന കേട്ടോ. അപ്പോൾ മനോഹർ ഇവരുടെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ ബൈക്കിൽ കയറിയിട്ട്. അപ്പോൾ അത് വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നതിൻ്റെ ഒപ്പം പോകുന്നു. അപ്പോൾ ശാരി പറയാം, ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇറങ്ങുമ്പോൾ ശാരി ചോദിക്കുക, മോളെ നമ്മളിത് സ്ഥിരം വരുന്ന ടെക്സ്റ്റൈൽസ് അല്ലല്ലോ. അപ്പോൾ സരയു പറയും, ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിയാൽ മതി, വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ടെക്സ്റ്റൈൽസിൽ പോയാൽ മതി, പൈസ കൊടുക്കാൻ കയ്യിലുണ്ടോ? കാർത്തികേച്ചിയുടെ കല്യാണത്തിൽ സ്വർണം വാങ്ങിച്ചപ്പോൾ തന്നെ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നു. അത് അമ്മയ്ക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഉള്ളതൊക്കെ മതി, ഒരുപാട് ആഡംബരത്തിലോട്ടൊന്നും പോകണ്ട. ശാരി പറയാം, അതിന് ഞാനൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ, എനിക്കാണെങ്കിൽ കിരണും കല്യാണയും കൂടി നല്ലൊരു സാരി എടുത്ത് തന്നിരിക്കുന്നു. സരയു പറയും, ഞാൻ അമ്മയ്ക്ക് എടുക്കാൻ വന്നതല്ല, എനിക്ക് എടുക്കാനാണ്, പിന്നെ എൻ്റെ കുഞ്ഞിനും കൂട്ടത്തിൽ വല്ലതും വേണമെങ്കിൽ അമ്മയും എടുത്തോ. ശാരി പറയും, എനിക്കൊന്നും വേണ്ട മോളെ, മോള് പറഞ്ഞ പോലെ മോളുടെ കയ്യിൽ ഒരു കരുതൽ വേണം, പിന്നെ എന്തിനാ രണ്ടും കൂടി പറയുന്നത് എന്ന് സരയു ചോദിക്കുകയാണ്. ഇനി ഇതുപോലെ ടെക്സ്റ്റൈൽസിലും ചെറിയ ഹോട്ടലുകളൊക്കെ സ്വപ്നം കണ്ടാൽ മതി എന്നൊക്കെ സരയു പറയുകയാണ്. അതുപോലെ സരയു പറയുകയാണ്, നമുക്ക് ഒരുപാട് മുകളിലേക്കൊന്നും പോകണ്ട, ഞാൻ ഉണ്ടാകുന്ന സമ്പാദ്യത്തിന് മോളുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസയൊക്കെ ഇടണം, ഇവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്നൊക്കെ
സരയു പറയുവാണേ. സരയുവിന് കിട്ടുന്ന പൈസയിൽ നിന്ന് വേണമല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനോഹറും ബൈക്കിൽ വന്നിട്ട് കുറച്ച് ദൂരെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ കടയുടെ അകത്തോട്ട് പോകുന്ന സമയത്ത് ബൈക്ക് വെച്ചിട്ട് അവനും പിന്നാലെ കടയിലേക്ക് കയറുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേലുവാണ്. വേലും നമ്മുടെ കിരണും ഹരിയേട്ടനൊക്കെ കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വേലു പറയും, എൻ്റെ സാറേ, ഞങ്ങൾ കാട്ടിൽ ഉപയോഗിക്കുന്ന കത്തി ഉണ്ടല്ലോ, തൊലിക്കട്ടിയുള്ള ആനയുടെ ദേഹത്ത് പോലും തുളച്ചു കയറും. ഒന്നെറിഞ്ഞാൽ മതി, ചെന്ന് കൊള്ളുന്നത് എവിടെയാണോ തറച്ചിരുന്നോളും. അതുകൊണ്ട് അവൻ്റെ പള്ള ഞാൻ കുത്തി കീറാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ വേലു പറയുകയാണ് കേട്ടോ. അപ്പം ഹരിയേട്ടൻ പറയാം, അവൻ ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്നുണ്ടെന്ന കാര്യം ഉറപ്പല്ലേ സാറേ എന്ന് ചോദിക്കും. കിരൺ പറയും, 1-2 CCTVയിൽ പെട്ടിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മുഖം വ്യക്തമല്ല. ഇടയ്ക്ക് വെച്ച് രതീഷും ബൈജുവും കണ്ടത് അവനെ തന്നെ ആയിരിക്കും. വേലു പറയാം, അവിടെയാണ് സാറേ ഞാനില്ലാതെ പോയത്. ബൈക്കിൽ അവൻ പാഞ്ഞെങ്കിൽ പുറയിൽ നിന്ന് കത്തിയെറിയാമായിരുന്നു. ഞങ്ങൾക്കൊന്നും മുന്നം പിഴയ്ക്കില്ല. അവൻ അവിടെയും വീണേനായിരുന്നു എന്ന് പറയാം. ഹരി പറയാ, എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൻ ഭയങ്കര കൊടും ക്രിമിനലാണ്. അവന് കൊന്നും കൊടുത്തും ശീലമുള്ളവൻ. ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ജോലിയുടെ ഭാഗമാണ് എന്ന് വെച്ച് ഓർമ്മ വെച്ച കാലം മുതൽ അവൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളതല്ലല്ലോ വേലു. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ദാസ് കുറച്ച് ചായ, 3 പേർക്കുള്ള ചായ ആയിട്ട് വരിക. ഈ ചായ കുടിച്ചിട്ട് സംസാരിക്കാൻ സാറേ എന്ന് പറയുകയാണ്. പിന്നെ വേലു, നിൻ്റെ പെണ്ണിനെ കട്ടനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇഞ്ചിയും നാരങ്ങാ നീരൊക്കെ ചേർത്തിട്ട് വയറ്റിനകത്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതും പെട്ടെന്ന് മാറിക്കോളൂ എന്ന് പറയാം. കിരൺ പറയും, ദാസ, ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഇവൻ്റെയും അമലുവിൻ്റെയും ഇവൻ അമലുവിൻ്റെ കഴുത്തിൽ താലി കെട്ടും. അന്ന് കാട്ടിലുള്ള ഇവരുടെ ആൾക്കാർ ചേർന്ന് ചടങ്ങേ കാണും. അത് കഴിഞ്ഞ് ഇവിടെ ഞാനും കല്യാണം കൂടി റിസപ്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗംഭീരമാക്കണം. അപ്പം ദാസ് പറയാണ്, അത് സാറ് പറഞ്ഞാൽ മതി, എന്ത് വേണമെന്ന് വെച്ചാലും നമുക്ക് ചെയ്യാമല്ലോ. ഹരിയേട്ടൻ പറയും, വേലുവിൻ്റെ കാട്ടിലെ തേൻ വലിയ വിലയ്ക്ക് എടുക്കാൻ കാർത്തിക തയ്യാറായിട്ടുണ്ട്. വേലു പറയുക, എന്നോട് പറഞ്ഞു കിരൺ, അമലും അവളുടെ അമ്മയ്ക്കും അവളുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് ഊരിൽ താമസിക്കാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഈ പ്രദേശത്തേക്ക് നിങ്ങൾക്ക് മാറി താമസിക്കാം. ഈ ഊരിൽ നിന്ന് പൂർണ്ണമായും പോരണമെന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ നിനക്ക് എന്ത് ജോലി ഞങ്ങൾ തരാൻ തയ്യാറാണ്. അപ്പോൾ വേലു പറയാം, അവിടെ താമസിച്ച് ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറ്റില്ല സാറേ. ആ പ്രദേശമൊക്കെ അത്രയ്ക്ക് ഞങ്ങളുടെ അടുപ്പമായിപ്പോയി. അവിടുത്തെ കാറ്റും മണവും നാട്ടിൽ ഇറങ്ങിയാൽ കിട്ടത്തില്ല. കാട്ടിൽ താമസിക്കുമ്പോൾ നാട്ടിലുള്ളത് പറയുന്നത് ശരിയാണ്, കാട്ടിലെ മൃഗങ്ങളെ ഭയക്കണം, പക്ഷെ നാട്ടിലെ മനുഷ്യൻ അപകടകാരികളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ വേലു പറയണം. വേലുവിന് ശരിക്കും പിന്നെ നാട്ടിൽ താമസിക്കുന്നതിനോട് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. എന്നാലും കിരണിൻ്റെ ചിലപ്പോൾ നിർബന്ധപ്രകാരം ഭാവിയിൽ താമസിക്കാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കപ്പോൾ നോക്കാം അല്ലേ.